കഥാപാത്രങ്ങൾ വെച്ചു ദിവ്യാണല്ലോ ഫുൾ ടൈം. ചെയ്ത കഥാപാത്രങ്ങളിൽ കുറച്ചാൾ മുമ്പ് വളരെയധികം ചർച്ച ചെയ്തതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റീൽസിലൊക്കെ ഓടിയത് ചൊവ്വാഴ്ച സിനിമയിലെ കഥാപാത്രമായിരുന്നു. അപ്പം അതേപോലെ അത്ര ഡെപ്തുള്ള അല്ലെങ്കിൽ അത്ര ഡാർക്ക് ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ടാവും. മലയാളത്തിൽ അത്ര ഡെപ്തുള്ള കഥകൾ വരാത്തതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥകൾ മലയാളത്തിൽ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? എനിക്ക് ഇതേപോലത്തെ കഥാപാത്രം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അത് മലയാളത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങൾ ക്യൂട്ട് അല്ലെങ്കിൽ കുടുംബിനി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഫോളോ ചെയ്യാവുന്നൊരു പാറ്റേൺ മലയാള സിനിമയിൽ പൊതുവെ കണ്ടുവരുന്നുണ്ട്. എന്നാൽ മറ്റ് ലാംഗ്വേജിൽ അങ്ങനെ തോന്നിയിട്ടില്ല. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയില്ല. ഇപ്പം നമുക്ക് വരുന്ന സ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന സ്റ്റോറീസ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മംഗൾവാരം വന്നു. അതൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. ദാറ്റ്സ് വൈ ഡിഡ് ദാറ്റ്. അപ്പോൾ അതെനിക്ക് ഇങ്ങനെ മലയാളമെന്നോ തെലുഗുന്നോ അങ്ങനെ ഇല്ല. അത് ഞാനൊരു കഥ ആയിട്ടാണ്, അതൊരു സിനിമയായിട്ട് അല്ലെങ്കിൽ അങ്ങനെയായിട്ട് ഞാനത് കാണുന്നത്. പക്ഷേ ഐ വോണ്ട് കൂടുതലും അത് പറഞ്ഞാലും മലയാളത്തിലും എനിക്ക് ആഗ്രഹമുണ്ട് നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് വരാനായിട്ട്. ബിക്കോസ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട് ലൈക്ക് ലാംഗ്വേജ് കംഫർട്ടും എല്ലാം നമുക്ക് തോന്നുന്നത് നമ്മുടെ സ്റ്റോറീസ് കുറച്ചുകൂടെ റിയൽ ആണല്ലോ. അപ്പോൾ എനിക്ക് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു. പക്ഷേ ഇപ്പം തെലുഗുവിലിപ്പം മംഗൾവാരം കഴിഞ്ഞിട്ടിപ്പോൾ 4 പ്രോജക്ട്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് പക്ഷേ ഞാനൊരു സിനിമയായിട്ടേ കാണുന്നുള്ളൂ. ലൈക്ക് അങ്ങനെ അതൊരു വർക്കായിട്ട് ഞാനങ്ങനെ കാണുന്നുള്ളൂ. പക്ഷെ മംഗൾവാരം വാസ് സ്പെഷ്യൽ. അതൊരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ ഡിഡ് ദാറ്റ്.